ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു വീക്കെൻഡ് വ്ളോഗ് ചെയ്യാമെന്ന്. ടുഡേ ഈസ് 31st മെയ്. അപ്പോൾ ഞാൻ രാവിലത്തെ കുറച്ച് ക്ലിപ്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. എൻ്റെ ആക്നെ കുറച്ച് കുറയുന്നുണ്ട്, ബട്ട് സ്റ്റിൽ അത് അവിടെ ഉണ്ട്. ഐ ഹാവ് വർക്ക് സാറ്റർഡേ വർക്ക് ഫ്രം ഹോമാണ്. അപ്പം ഞാൻ അത് കുറച്ച് ചെയ്യും. നിങ്ങൾ വിചാരിക്കും ഞാൻ എവിടെ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ വീട്ടിലാണ്. എനിക്കൊരു കുറച്ചൊരു 2 ഡേയ്സിന് മഴ പെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് തണുക്കാൻ തുടങ്ങും. അപ്പം ഞാൻ അതുകൊണ്ട് സ്വെറ്ററൊക്കെ ആശിച്ച് എനിക്ക് സ്വെറ്റർ തന്നിട്ട് പോയി. ആശിച്ച് ജർമ്മനിയിൽ ഇടുന്നത് അവിടെ സമ്മറാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഓക്കെ ഫൈൻ ഞാൻ എടുത്തോളാം. യെസ്, അപ്പോൾ എനിക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എൻ്റെ കോളേജ് റീയൂണിയൻ ഇന്നുണ്ട്. അതായത് ഇന്ന് പോയിട്ട് ഒരു റിസോർട്ടിൽ സ്റ്റേ ചെയ്യും. എന്നിട്ട് അവിടെ നിന്ന് അങ്ങനെ എനിക്കറിയില്ല. എൻ്റെ ഒരു ഫ്രണ്ട് അനഘയുണ്ട്. And Anna is not coming. Anna is not feeling well. യെസ്, അപ്പോൾ അറിയില്ല. ആക്ച്വലി ബോറായിരിക്കുമല്ലോ എന്ന്. കാരണം എനിക്ക് ഫ്ലോറൽ കൈൻഡ് ഓഫ് എന്തെങ്കിലും ഡ്രസ്സ് ഇടണം. എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നാം. എൻ്റെ ഒരു ജംപ് സൂട്ട് ഉണ്ട്. ലെറ്റ്സ് സീ. അപ്പം ഇനി ഇത് ഞാൻ കുറച്ച് നേരം ചെയ്തിട്ട് ഇനി അവിടെ പോയിട്ട് ഞാൻ വ്ളോഗൊന്നും ചെയ്യില്ല. ഭയങ്കര ഓക്വേർഡായിരിക്കും. ഓൾറെഡി എനിക്ക് പബ്ലിക്കിൽ വ്ളോഗ് ചെയ്യാൻ ഭയങ്കര നോട്ട് ദാറ്റ് കംഫർട്ടബിൾ. അപ്പോൾ യെസ്, ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്യാം. സാറ്റർഡേ മോർണിംഗ് ആക്ച്വലി ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ. അപ്പം ഫ്രൈഡേ ഞാൻ ഓഫീസ് കഴിഞ്ഞ് നേരെ പോയി. പിന്നെ നമ്മൾ പാക്കെല്ലാം ചെയ്തു. ഞാനല്ല എൻ്റെ ആശിച്ചെല്ലാം പാക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഏർലി മോർണിംഗ് പോകണോണ്ട് ഫുൾ നൈറ്റ് ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഉറങ്ങിയിട്ട് രാവിലെ ഒരു 6 ഒക്കെ ആയപ്പോഴേക്കും നമ്മൾ എയർപോർട്ടിലെത്തി. ആൻഡ് ആശിജിക്ക് എൻ്റെ വ്ളോഗ് ചെയ്യാൻ കാരണം കുറച്ച് നാണക്കേടായിരുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ വ്ളോഗ് ചെയ്ത് ആശിജിനെ നാണം കെടുത്തിയില്ല. അപ്പോൾ നമ്മൾ അവിടെ ജസ്റ്റ് നേരത്തെ എത്തിയായിരുന്നു. അപ്പോൾ ചായ എല്ലാം കുടിച്ചിട്ട് നമ്മൾ ആശിച്ചിനെ എയർപോർട്ടിൽ വിടാൻ പോയി. ആശിച്ച് ഈസ് ഗോയിങ് ബാക്ക്. ഇവിടെ ഭയങ്കര മഴയാണ്. ആശിച്ചിരിക്കുന്നു എൻ്റെ വ്ളോഗ് കണ്ടിട്ട്. ആശിച്ച് 1 ഇയർ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ജർമ്മനിയിലാണ്. ഓ ബൈ ദ വേ, എൻ്റെ സിസ്റ്റർ ഈസ് ഇൻ ജർമ്മനി. ആശിച്ച് ഇപ്പം വെക്കേഷന് വന്നതാണ് 1 മന്ത്. ഇപ്പം തിരിച്ചു പോവാ. ഇനി അടുത്ത ഇയർ വരുമായിരിക്കും. യെസ്, അപ്പോൾ അത്രയും സാറ്റർഡേ മോർണിംഗ് ഉണ്ടായുള്ളൂ. ഇനി നമുക്ക് പ്രസൻറ്റിലോട്ട് തിരിച്ചു വരാം. എനിക്ക് ആക്ച്വലി ഉണ്ടല്ലോ പോവാനൊരു ഇൻട്രസ്റ്റഡ്. ഐ വിൽ ഷോ മൈ ഔട്ട്ഫിറ്റ്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ് ആൻഡ് മൈ ഹൗസ് ഭയങ്കര മെസ്സി ആയിട്ടായിരിക്കുന്നത്. ആൻഡ് എനിക്ക് ഈ ഒരു ഡ്രസ്സ് അത്രയ്ക്കും, കാരണം എനിക്ക് ഈ ഓഫ് ഷോൾഡർ ആയതുകൊണ്ട് ഐ എം നോട്ട് ദാറ്റ് കംഫർട്ടബിൾ. ഇങ്ങനെ കയറ്റിക്കൊണ്ടേ ഇരിക്കണം. എന്തായാലും അവിടെ ബൈ എൻ്റെ ഊബർ ഇപ്പോൾ വരും. ബട്ട് ഐ ലുക്ക് ക്യൂട്ട്. ഇത് ഔട്ട്ഫിറ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, അപ്പോൾ ഞാൻ അനഘയുടെ വീട്ടിലോട്ട് പോകും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വേറെ 2 ഫ്രണ്ട്സും കൂടെ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഊബറിൽ റിസോർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ആൻഡ് മുടി നമുക്ക് ഓട്ടോയിൽ അയച്ചിടാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ കെട്ടിവെച്ചു. ഹായ് പറയൂ. മാനുവൽ ആക്ച്വലി ഒരു ഫോറിനറിന്റെ പോലെയൊക്കെ വന്നിട്ടുണ്ട്. കാണിക്കൂ മാനുവൽ ഔട്ട്ഫിറ്റ്. ഹായ് ഹായ്. യെസ്, വി ആർ ഗോയിങ്. എങ്ങോട്ടായിരുന്നു? ആ സ്ഥലത്തോട്ട്. വരാപ്പുഴ സ്ഥലത്തോട്ട്. ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ വീഡിയോ എടുക്കലായിരിക്കും, കാരണം ഭയങ്കര ഓക്വേർഡായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് ഇവിടെ കഴിഞ്ഞു. ഇനി ഞാൻ നാളെ ഇടാം. പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും വ്ളോഗ് പോലെ ചെയ്തില്ല, പക്ഷെ നല്ല ജസ്റ്റ് ക്ലിപ്സ് ഞാൻ കാണിച്ചു തരാം. നമ്മളവിടെ എത്തിയപ്പോഴേക്കും നല്ല ലേറ്റ് ആയിരുന്നു, ബിക്കോസ് ഞങ്ങൾ കുറച്ച് സെലിബ്രിറ്റീസ് ആയതുകൊണ്ട്. പിന്നെ എല്ലാവരോടും ഫസ്റ്റ് മീറ്റ് ചെയ്തു. നമ്മൾ ആക്ച്വലി 2 ഇയേഴ്സ് കഴിഞ്ഞാൽ മീറ്റ് ചെയ്യുന്നത്. അപ്പം നല്ല ഓക്വേർഡായിരുന്നു ആദ്യം എല്ലാവരുമായിട്ട് മീറ്റ് ചെയ്യാൻ. ഇതെല്ലാം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സോഷ്യൽ ബാറ്ററി ഫുൾ തീർന്നായിരുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു ആൽക്കഹോളിക്കാണ്. ആക്ച്വലി അത് ഓറഞ്ച് ജ്യൂസാണ് കേട്ടോ. ആൻഡ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ സിംഗിങ് സ്കിൽസ് എല്ലാം കാണാൻ പറ്റി. ഞാനതിൻ്റെ ഓഡിയോ ഇടുന്നില്ല, കാരണം അത് അവരുടെ റെപ്യൂട്ടേഷനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കുറേ നേരം ഈ സിംഗിങ് സ്കിൽസ് എനിക്ക് ബെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടെ കുറച്ച് ഗെയിംസ് കളിക്കാമെന്ന് വിചാരിച്ച് പോയി. ഫൂട്ബോൾ ഞാനിതിൻ്റെ 2nd ടൈം എന്തോ കളിക്കുന്നത്. 2nd ടൈമിന് അത്രയും ബാഡ് അല്ലെന്ന് തോന്നുന്നു. അവിടെ ടേബിൾ ടെന്നീസ് കളിക്കുന്നുണ്ടായിരുന്നു കുറച്ച് പേര്. യെസ്, മൊത്തത്തിൽ ഭയങ്കര ഒരു ഫൺ വൈബായിരുന്നു. ഇനി ആർക്കെങ്കിലും കളിക്കണമെങ്കിൽ സ്വിച്ചിനോട് കളിച്ചാൽ തോക്കും.
യെസ്, ദിസ് ഇസ് മീ ആൻഡ് മൈ ഫ്രണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല ട്രൈ ചെയ്യായിരുന്നു ഭയങ്കര ഒരു പ്രോ പ്ലെയേഴ്സ് പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് വീഡിയോയിലെങ്കിലും. പക്ഷേ ഞങ്ങൾ നല്ലപോലെ ഫെയിൽ ആയിക്കൊണ്ടിരിക്കുമായിരുന്നു. അത്ര ബാഡാണ്. ആരും റൂഫിൽ തട്ടിയിട്ട് ടേബിൾ ടെന്നീസ് കളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ലൈക്ക് എ പ്രൊഫഷണൽ വ്ളോഗർ ഞാൻ എൻ്റെ ബാക്കിയുള്ള വീഡിയോസ് എടുക്കാൻ മറന്നുപോയി. എന്നിട്ട് ഞാൻ കിടന്ന് ഉറങ്ങി. അപ്പോൾ നമുക്ക് രാവിലെ കാണാം. ആരും എണീറ്റിട്ടില്ല. യെസ്, പക്ഷെ ഞാൻ എണീറ്റ്. എനിക്ക് ഉറക്കം എൻ്റെ കയ്യിൽ നല്ലൊരു ലൈറ്റ് ഇല്ല. ഐ എം ഗെറ്റിംഗ് റെഡി. ആരും അങ്ങനെ കാര്യമായിട്ട് എണീറ്റില്ലായിരുന്നു. ഞാൻ എണീറ്റപ്പോൾ ഇപ്പം എല്ലാവരും എണീറ്റ് വരാൻ തുടങ്ങി. വി ആർ റെഡി. ഞങ്ങൾ ഇന്ന് ഇവിടെ നിന്ന് പോവും. യെസ്, ഞാൻ കൂടുതലൊന്നും ഇതിലുണ്ടാവാൻ ചാൻസ് ഇല്ല, കാരണം ഞാൻ കുറേ ഒന്നും എടുത്തിട്ടില്ല വീഡിയോസ്. പക്ഷെ ഞാൻ എടുത്ത കുറച്ച് വീഡിയോസ് ഇതിലിടാം. ആൻഡ് ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഈ ജീൻസ് എൻ്റെ സിസ്റ്റർ എനിക്ക് തന്നതാ. ഈ ടോപ്പ് ലുലു ആൻഡ് സ്കൈ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. ആൻഡ് ഈ വാച്ചും എൻ്റെ സിസ്റ്റർ തന്നത്. ആൻഡ് ഈ ഇയറിങ്സ് എൻ്റെ. എൻ്റെ മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ഫ്രം ദ ബ്രാൻഡ് ആഷിച്ചി. എൻ്റെ കൂടെ ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, കാരണം ഏത് സമയം വേണമെങ്കിലും ഞാൻ നിങ്ങളുടെ ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് ആക്കും. പക്ഷെ അനഗോസ് ഭയങ്കര സ്വീറ്റായിട്ട് എനിക്ക് എടുത്തു തരായിരുന്നു. പക്ഷെ അവിടുത്തെ ലൈറ്റ് നല്ലതല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. ഹായ് ജോഷുവ. ഹലോ, താങ്ക് യു. ഇതിങ്ങനെ കാണിക്കണേ നല്ല ശരിയാവാ. അതിൽ എൻ്റെ യൂട്യൂബ് ഫാമിലിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? വളർന്നു വരുന്ന പ്രതിഭയാണ്, സപ്പോർട്ട് ചെയ്യുക. അന്ന് എനിക്ക് പറയാനുണ്ട്. പറയൂ. ഇത്ര സോഷ്യലി റെലവെന്റ് ആയ കാര്യങ്ങൾ ആൾക്കാരെ അടുത്തേക്ക് എത്തിക്കണ അതില് അവളുടെ ഒരു കോൺഫിഡൻസും ഒരു ധൈര്യവും. ഈ യൂത്തിന്റെ ടെൻഷൻസ് ആയ ഫേസ്, സ്കിന്ന്, പിന്നെ സോഷ്യലി ആൾക്കാർ പറയണ കോൺവെർസേഷൻസ്, ഇതൊക്കെ പബ്ലിക്കിൽ അവിടേക്ക് കറക്റ്റ് ആയിട്ട് രാവിലെ തന്നെ വരും. ആക്ച്വലി നമ്മുടെ റിയൂണിയനിൽ എൻ്റെ ഒരു ഫ്രണ്ട് അന്ന വന്നിട്ടില്ല, ആൻഡ് സാൻഡ്ര ഒന്നും വന്നിട്ടില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് കുറച്ച് ബോറിംഗ് ആയിരിക്കുന്നു ഞാനും അനഘയും. പക്ഷെ കുഴപ്പമില്ലായിരുന്നു. ഇമ്മാനുവൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. പക്ഷെ ഇമ്മാനുവലിന് അങ്ങനെയല്ല എന്നോട്. യെസ്. അപ്പോൾ പക്ഷെ ആക്ച്വലി നൈസായിരുന്നു. എനിക്കിനി പോയിട്ട് കുറച്ച് അധികം പണിയുണ്ട്. അത് ആലോചിക്കുമ്പോഴാണ് എനിക്ക് നൈസ് എന്ന് പറഞ്ഞാൽ ഞാൻ 1 PM കിടന്നുറങ്ങിയത്. ഇവര് 6 PM എന്തൊക്കെയാ അല്ലെ 6 AM ഒക്കെ, 1 AM. പിന്നെ എനിക്ക് ഉറക്കം വരും, അപ്പൊ ഞാൻ ഉറങ്ങി. എൻജോയ് ചെയ്ത് 1 AM വരെയൊക്കെ എനിക്ക് എൻജോയ് ചെയ്താൽ മതി. അത് കഴിയുമ്പോ ഞാൻ പൂളിലിറങ്ങി കഴിഞ്ഞപ്പോ എന്താ ഉണ്ടായെന്ന് അറിയാം. എന്റെ കാലില് ക്രാംസ്, എന്റെ കാല് കോച്ചി പിടിച്ചു. അപ്പൊ ഞാൻ അതുകൊണ്ട് നിർത്തി. ബാഡ്മിന്റൺ കളിക്കുമ്പോൾ കുഴപ്പമില്ല. എനിക്ക് വെള്ളത്തിൽ ഇറങ്ങുമ്പോ എന്റെ കാലില് ക്രാംസ് വരും. എനിക്കത് പണ്ട് തൊട്ടേ ഉണ്ട്. അല്ലാണ്ട് എനിക്ക് ഏജ് ആയോണ്ടൊന്നല്ല. നിങ്ങൾ കാണുന്ന പോലെ ഒന്നല്ലേ ഉള്ളു, പുറത്ത് വേറെ അകത്ത് വേറെ. രണ്ട് ഫേസ് ആണ് അവൾക്ക്. ഒന്നും പിടിക്കില്ല അവിടെ, ബാക്കിയെല്ലാം പിടിച്ചോളൂ. പാവനക പാവായതുകൊണ്ട് മിണ്ടാണ്ടൊരു മോശം ജീവിച്ചു പോവാണ്. വേറെ എങ്ങനെയാണെങ്കിൽ എഴുന്നിട്ട് പോയാ എങ്ങനെയാണോ സഹിക്കണോ? ദിസ് ഈസ് മൈ സെക്കൻഡ് ടൈം പ്ലേയിങ് ടേബിൾ ടെന്നീസ്. ഞാൻ ഫൂസ്ബോളും അങ്ങനെ പറഞ്ഞായിരുന്നു, പക്ഷേ എനിക്ക് ഇതും എൻ്റെ സെക്കൻഡ് ടൈമാണ്. സെക്കൻഡ് ടൈമറിന് അത്രയും ബാഡല്ല. ഓക്കെ. പക്ഷെ നല്ല ലൈറ്റാ, അതുകൊണ്ടാണ് നമ്മളങ്ങനെ എടുപ്പിച്ചത്. ഓൾറെഡി നമ്മൾ വായനകത്തുനിന്ന് മറ്റേ വീഡിയോ എടുത്തു.
ആൻഡ് ദാറ്റ് വാസ് ഇറ്റ് ഫോർ ദ റിയൂണിയൻ. മോസ്റ്റ് ഓഫ് ദ പാർട്സ് ഞാൻ വ്ളോഗിൽ എടുക്കാൻ മറന്നുപോയി, കാരണം എൻ്റെ വ്ളോഗിങ് സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നേ ഉള്ളൂ ഗൈസ്. പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. പ്രത്യേകിച്ച് എനിക്ക് പുറത്തുള്ള പരിപാടികൾ വ്ളോഗ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ എനിക്ക് പറ്റുന്നത്ര ഞാൻ വ്ളോഗ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റിയൂണിയൻ വ്ളോഗ് അല്ലെങ്കിൽ വീക്കെൻഡ് വ്ളോഗിൽ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഹായ്, ഐ എം ബാക്ക് ഇൻ മൈ കിച്ചൺ. യെസ്, റിയൂണിയൻ എല്ലാം കഴിഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇനി എനിക്കുണ്ടല്ലോ ഭയങ്കര എന്തോ പോലെ പ്രോപ്പറായിട്ട് സ്ലീപ്പ് കിട്ടാണ്ടും അതും ഇതും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് വയ്യ. അപ്പോൾ കുറച്ച് കഞ്ഞി ഉണ്ടാക്കി കുടിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോവാം. അപ്പോൾ എനിക്കറിയില്ല ഈ വ്ളോഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പ്രോപ്പറായിട്ടാണോ, എൻ്റെ ഇത് പ്രോപ്പറായിട്ടാണോ എന്തോന്ന്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം, നെക്സ്റ്റ് വീഡിയോയിൽ. Okay, bye bye, and if you like this video, subscribe to my channel, and ഇനിയും ഇതുപോലെ വ്ളോഗ്സ് ഞാൻ കുറേ എടുക്കാം. ഞാൻ ആക്ച്വലി വ്ളോഗുകൾ കുറേ എടുക്കാത്ത എന്താണെന്ന് അറിയും, എൻ്റെ വ്ളോഗുകൾക്ക് അത്രയ്ക്കും ഒരു ഇത് കിട്ടുന്നില്ല. പക്ഷേ ഞാൻ ഇട്ടുകൊണ്ടിരിക്കാം. Okay, bye bye.